മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പായസം തയ്യാറാക്കാം. ഞാനിവിടെ സേമിയ കൊണ്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. അതിനകത്ത് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ടോഫി ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പായസം തയ്യാറാക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ടോഫി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. 395 ml ടിന്നാണ്. ആദ്യം നമുക്ക് ഇതിന്റെ പുറമേയുള്ള ആ പേപ്പർ ഒന്ന് പൊളിച്ചു കളയാം. അതിനുശേഷം കുക്കറിൽ ഈ ടിന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ടിന്ന് ഇതിലേക്ക് വെക്കാം. ഈ ടിന്നിന്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് വെക്കാം. 2 വിസിൽ വന്നതിന് ശേഷം ഒരു 15 മിനിറ്റും കൂടെ സിമ്മിലിട്ട് വെക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നീട് ഇതിന്റെ പ്രഷർ എല്ലാം പോയതിനു ശേഷം മാത്രമേ കുക്കർ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ പായസം ഉണ്ടാക്കുന്നതിനൊക്കെ കുറെ നേരത്തെ മുന്നേ തന്നെ ടോഫി തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് നട്ട്സും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തിടുന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അല്പം കൂടി ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. റൈസിൻസ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ കാഷ്യൂ നട്ട്സും റൈസിൻസും ഒരേ സമയത്ത് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് രണ്ടും പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് സേമിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് സേമിയാണ് ചേർക്കുന്നത്. 125 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയ ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിളച്ച പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാൽ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം. അത് ഫ്രൈ ചെയ്ത ആ ഗീയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സേമിയ നന്നായിട്ട് ഇതിനകത്ത് ഈ പാലിൽ കിടന്ന് വെന്ത് കിട്ടണം. ഒരു 90% വെന്താൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഷുഗർ ചേർക്കുന്നുണ്ടെങ്കിൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഷുഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾക്കിതിലേക്ക് ടോഫി ചേർക്കാനുള്ളതാണ്. അപ്പോൾ ടോഫിയുടെ മധുരം അനുസരിച്ചുള്ള ഷുഗർ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ടോഫി ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. ഇപ്പൊ അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ടോഫിയുടെ നല്ല കളറിൽ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സേമിയ ഒരു 90% ഒക്കെ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഷുഗറും ടോഫിയും ഒക്കെ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പൊ സേമിയ ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ വേണമെങ്കിൽ അല്പം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്ര മധുരമാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ടോഫി ചേർക്കുന്നത് കൊണ്ട് അതനുസരിച്ചുള്ള മധുരം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടോഫി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ടിന്നിൽ നിന്നും 1/2 ടിന്ന് ആദ്യം ചേർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ടോഫി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടോഫി ഇതിനകത്ത് നന്നായിട്ടൊന്ന് അലിഞ്ഞു ചേരണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാമോളം ചേർത്തിട്ടുണ്ട്. 3/4 ടിന്ന്
ടോഫി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. മധുരം നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ടോഫിയും കൂടെ ചേർക്കാനായിട്ട്. ഇപ്പോൾ ടോഫിയൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ പായസത്തിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കാർഡമം പൗഡർ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പോൾ സേമിയൊക്കെ പാകമായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. നമ്മുടെ ടോഫി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ പാല് മാത്രം ചേർത്തിട്ടാണ് സേമിയ പായസം തയ്യാറാക്കാറുള്ളത്. ഇതൊരു വെറൈറ്റി ആയിട്ടാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം. ഇപ്പോൾ പായസം കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.